ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ റിവ്യൂസ് വേഗത്തിൽ അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അലോകിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ദീപമംഗലത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് അലോക് വല്യച്ഛനോട് പറയുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അന്വേഷിക്കണ്ടേ, എന്നിരുന്നാലും നിങ്ങളുടെ അനിയത്തിയല്ലേ അവിടെ ഉള്ളതെന്നൊക്കെ പറയാണ്. അപ്പോൾ പെട്ടെന്നാണ് അച്യുതൻ അവിടേക്ക് കയറി വന്നിട്ട് പെട്ടെന്നുള്ളതിൻ്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അനുശ്വരൻ എൻ്റെ കേസ് പിൻവലിച്ചതോടെ ദീപമംഗലത്തുള്ളവരോട് നിനക്കൊരു മാറ്റമുള്ളതായിട്ട് സ്നേഹക്കൂടുതലുള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയാണ്. ദേവി ഇറങ്ങിപ്പോയതോടെ ആനന്ദ് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ആനന്ദ് ഭയങ്കര ദുഃഖിതനായിട്ട് അവൾ ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടതിനെയും അതുപോലെ ഉദയഭാനു കടയിൽ നിന്ന് കാശ് മോഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ബാലൻ കയറി വരുന്നത്. ആനന്ദിൻ്റെ ആ ഇരുത്തവും സങ്കടമൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ബാലൻ അവിടെ ആനന്ദിൻ്റെ കാല് പിടിക്കുകയാണ്. അച്ഛന് തെറ്റുപറ്റിപ്പോയി, നിനക്ക് വേണ്ടിയിട്ട് കണ്ടിട്ടുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എവിടെയോ ഒരു പിഴവ് വന്നു, അവരിങ്ങനത്തെ ആൾക്കാരാണെന്ന് അച്ഛന് അറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൈ കൊപ്പി നിൽക്കുകയാണ് ബാലൻ. ആ സമയത്ത് ആനന്ദ് അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ഗോമതി വന്നിട്ട് ബാലൻ്റെ കാല് പിടിക്കുകയാണ്. കാരണം മുന്നേ ഗോമതി ഈ പ്രശ്നം അറിഞ്ഞ സമയത്ത് ബാലനോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച കല്യാണമല്ലേ, വീട്ടുകാരല്ലേ, എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ഗോമതി ഇപ്പം വന്നിട്ട് ബാലനോട് മാപ്പ് ചോദിക്കുന്നത്. ഈ സമയത്ത് അവിടെ നിന്ന് മീനാക്ഷി പറയുന്നുണ്ട്, ശരിയാണ്, ദേവിയേടത്ത് ചെയ്ത തെറ്റാണ്, എന്നാൽ ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഏട്ടത്തെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നൊക്കെ പറയുന്ന സമയത്ത് ഗോമതി പെട്ടെന്ന് തിരിഞ്ഞിട്ട് ദേഷ്യത്തോടെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ മോൻ്റെ ഭാവി നശിപ്പിച്ച അവളോട്. നിങ്ങളെക്കാളൊക്കെ ഏറെ ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ, നിങ്ങൾക്കത് അറിയാവുന്നതല്ലേ. ഒരു 5 മിനിറ്റ് സമയം വൈകിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ നെഞ്ചിൽ നെഞ്ചെടുപ്പ് അവളെ കാണാതിരിക്കുമ്പോൾ സ്വത്തും പണവും ഒന്നും കണ്ടിട്ടല്ലായിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ അവളുടെ മനസ്സിൽ ഞാൻ ഇവരെയൊക്കെ പറ്റിക്കുകയാണല്ലോ എന്നായിരിക്കുമോ എന്ന് ഗോമതി മീനാക്ഷിനോട് ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം സങ്കടം സഹിക്കാൻ വയ്യാതെ ആനന്ദും ബാലനും ഗോമതിയും കൂടെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് കാണിക്കുന്നത് നടന്ന് ക്ഷീണിച്ച് റോഡ് സൈഡിലിരിക്കുന്ന ദേവിയെയാണ്. അവളവിടെ ഇരുന്നിട്ട് ബാലൻ തനിക്ക് മാപ്പ് തരില്ല എന്നും അതുപോലെ ഗോമതി കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ആക്കിയതും എല്ലാം ഓർക്കുകയാണ്. പെട്ടെന്ന് അവൾ അവിടുന്ന് എണീറ്റിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ, അയ്യോ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടില്ല, എനിക്കതൊക്കെ പറയണം, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ഉദയഭാനും ശ്രീകലയും അവളെ അവിടെ പിടിച്ചു നിർത്താണ്. ഇപ്പോൾ തന്നെ ബാലൻ എന്നെ അടിക്കാതെ വിട്ടത് നീ അവിടെ എതിർത്ത് നിന്നതുകൊണ്ടാണ്, ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താകുമെന്ന് എനിക്കറിയില്ല, നീ ഇപ്പോൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് ശ്രീകല. പിന്നീട് കാണിക്കുന്നത് ദേവമംഗലാണ്. അവിടെ മരണവീട് പോലെ ആയിട്ടുണ്ട് ദേവി ഇറങ്ങിപ്പോയതോടെ. ഭക്ഷണവും ജലപാനവും ഒന്നുമില്ലാതെ നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ആ സമയത്താണ് ആകാശ് പുറത്ത് പോയിട്ട് അവർക്കുള്ള ഫുഡുമായിട്ട് വരുന്നത്. മീനാക്ഷി ആ ഫുഡൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കഴിക്കുക, ഇങ്ങനെ ഇരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആരും ശ്രദ്ധിക്കണില്ല, എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ആനന്ദ് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചതോടെ എണീറ്റ് വന്നിട്ട്, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുക, നിങ്ങളോടൊക്കെ അവൾ എന്താ ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് അവൾ ആലോചിച്ച് നിങ്ങൾ ആരോഗ്യം അറിയുന്നത്, അമ്മ വന്ന് ഭക്ഷണം കഴിക്കുക. ആര്യനോടും ആകാശിനോടും എല്ലാവരോടും ആനന്ദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. അവരോടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആനന്ദ് ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ കാട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഗോമതി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടെങ്കിലും ഞാൻ കഴിക്കുകയാണ്, ഞാൻ അവളെ എപ്പോഴേ മറന്നു കഴിഞ്ഞു, ഇനി ഞാനത് ആലോചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വായിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോമതിക്ക് നെഞ്ഞ് പൊട്ടിയിട്ട് ഒരു വറ്റ് പോലും വായിൽ വെക്കാൻ കഴിയുന്നില്ല. അവളവിടെ ആ ഭക്ഷണം കയ്യിൽ പിടിച്ചിരുന്നിട്ട് വിങ്ങി പൊട്ടുകയാണ്. അത് കണ്ടിട്ട് സഹിക്കാനാവാതെ മീനാക്ഷി വന്നിട്ട് ഗോമതിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഗോമതി ആ സമയത്ത് വിങ്ങി പൊട്ടി കരയുന്നുമുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.